SIR നടപടികൾക്കെതിരെ സർക്കാരും CPIM-ഉം സുപ്രീം കോടതിയിലേക്ക് പാർട്ടിയും സർക്കാരും പ്രത്യേകം കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിയമയുദ്ധം അതിന്റെ രീതിയിൽ നടക്കുമെന്നും SIR നടപടികളിൽ നിന്ന് ആരും മാറി നിൽക്കരുതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വോട്ടർ ലിസ്റ്റ് പുതുക്കുന്ന ഈ പ്രക്രിയയിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു നിൽക്കാതെ മുഴുവൻ ആളുകളും വോട്ടർ പട്ടിക പുതുക്കുക എന്ന പ്രക്രിയയിൽ ഇടപെടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ നിയമപരമായി ഞങ്ങൾ ഇതിനെതിരാണ്. അതുകൊണ്ട് നിയമയുദ്ധം നടക്കും. സുപ്രീം കോടതി പോവല്ലേ, ഞങ്ങൾ കോടതിയിലേക്ക് പോകുന്നതാണ്. പാർട്ടിയും കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് തന്നെ ആ കേസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനിടെ SIR നടപടികളുമായി ബന്ധപ്പെട്ട പുരോഗതി വിലയിരുത്തുന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രായോഗിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR മാറ്റിവെക്കുന്നതിനോട് എതിരഭിപ്രായമില്ല എന്നാണ് BJPയുടെ നിലപാട്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുകയാണ്. റിനു, ഹൈക്കോടതിയും സുപ്രീം കോടതിയിലാണ് പോകേണ്ടത് എന്ന നിർദ്ദേശം നൽകിയതിന് പിന്നാലെ സർക്കാരും സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. പാർട്ടി വേറെ നിലയിൽ CPIM എന്ന നിലയിൽ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോകുന്നു. ഒരു നിയമ പോരാട്ടം. അതുപോലെ ഇന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നടപടികൾ മാറ്റിവെക്കുന്നതിനോട് എതിരഭിപ്രായമില്ല എന്ന സമീപനം BJP കൂടി സ്വീകരിക്കുന്നു. അതും ശ്രദ്ധേയമാകുന്നു. റിനു, രജിത്ത്, ആദ്യം മുതൽ തന്നെ SIR നടപടികൾക്ക് എതിരെ ഉള്ള ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരും CPIM-ഉം മുന്നോട്ട് വെച്ചത്. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു. ഒപ്പം പാർട്ടി എന്നുള്ള നിലയിൽ പ്രത്യേകമായി CPIM-ഉം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. നിലവിൽ നിയമയുദ്ധം അതിന്റെ വഴിക്ക് നടക്കും, ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല. പക്ഷേ ജനങ്ങൾ ഈ എന്യൂമറേഷൻ ഫോം ഉൾപ്പെടെ പൂരിപ്പിച്ച് നൽകുന്ന നടപടികളിലേക്ക് കടക്കണം. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാരും BJP-യും ശ്രമിക്കുന്നത്. അതിനൊരു കാരണവശാലും പാത്രമാകരുത്, നിന്നുകൊടുക്കരുത്. എല്ലാവരും ഈ ഫോം ഉൾപ്പെടെ പൂരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്കൊപ്പം നിന്ന് ഈ വോട്ടവകാശം നേടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. ഒപ്പം നിയമയുദ്ധം അതിന്റെ വഴിക്ക് നടക്കുമെന്നും പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്ന് രണ്ടാം വട്ടവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIR നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യോഗം ചേർന്നു. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ആദ്യ മീറ്റിംഗിലും എല്ലാവരും ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത് ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്ന് അതേ തരത്തിൽ തന്നെയാണ് കോൺഗ്രസ്, അതുപോലെ തന്നെ LDF-ലെ വിവിധ ഘടകകക്ഷികൾ, CPIM ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുത്ത് ഇവരുടെ പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം BJP പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുടെ ഫോം വിതരണം ചെയ്യുന്നതിനും ഒപ്പം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും, അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് മാറ്റിവെക്കുന്നതിൽ തടസ്സമില്ല എന്നുള്ളതാണ് BJP-യും മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പ്. ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.